പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരും പ്രസിദ്ധനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും, നമ്മുടെ ഓരോ ആത്മീക ജീവിതത്തിൻ്റെ വഴിത്താരകളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമം വലിയതെന്ന് നമ്മെ കാണുന്നവർ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹാപ്രവൃത്തി കാണുവാൻ സ്വർഗം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. ആ സങ്കീർത്തനക്കാരനായ ആസാഫ് ഇവിടെ പറയുന്നത് മുഴുവൻ ഇസ്രായേലിൽ പ്രസിദ്ധനായിരിക്കുന്ന, നാമം വരേതായിരിക്കുന്ന സർവശക്തനായ ദൈവം അവരുടെ ജീവിതത്തിൽ, അവരുടെ രാജ്യത്തിൽ ചെയ്ത, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. സ്തോത്രം. എവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായി സാധിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവർക്കെതിരായി ശത്രുരാജ്യങ്ങൾ പാളയമിറങ്ങി അവരെ മുടിച്ചു കളയുമെന്ന്, അവരെ തകർത്ത് കളയുമെന്ന്, അവരെ ഇല്ലായ്മയാക്കി കളയുമെന്നുള്ള വളരെ യുദ്ധസന്നാഹത്തോടെ പുറപ്പെട്ടു വരുമ്പോൾ ഇവർ പോലും അറിയാതെ, അവർ പോലും അറിയാതെ, ശത്രുക്കൾ പോലും അറിയാതെ അവരുടെ അകത്തിറങ്ങി അവരെ സംഹരിച്ചു കളയുന്ന ഒരു ദൈവത്തെ ആസാഫ് ഇവിടെ വരച്ചു കാണിക്കുകയാ. സ്തോത്രം. സെൻഹെരീബ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിനെതിരായി പടക്കോപ്പ് കൂട്ടി യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി അവരെ തകർത്ത് കളയുവാൻ പാളയമിറങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ 185,000 പടയാളികളെ ഒരു രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞിട്ട് രാവിലെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരെയും അവിടെ കാണാനില്ലാത്ത ഒരു അനുഭവം കാണുവാനായി സാധിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ധൈര്യശാലികളെ അവൻ കൊള്ളയിട്ടു, അവർ നിദ്ര പ്രാപിച്ചു, പരാക്രമശാലികൾക്കാർക്കും കൈക്കരുത്തില്ലാതെ പോയി. സ്തോത്രം. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയട്ടെ. നിങ്ങൾക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ ഏത് കോട്ടയെയും, ശത്രുവിന്റെ ഏത് അമ്പിനെയും